മാറ്റി നിർത്തുവാനായിട്ടല്ല, ബലഹീനർക്ക് ശക്തി പകർന്നുകൊണ്ട് അവസരങ്ങളും അനുഗ്രഹങ്ങളും പകർന്നുകൊണ്ട് ചേർത്ത് നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മഹായിടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ ആയിരിക്കുന്ന, ഒരു പക്ഷെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലർക്കും സാക്ഷി പറയുവാനായിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ഇന്ന് ഓരോ പദവികളായിരിക്കുന്നു എങ്കിൽ അതിന് മുഖാന്തരം ആരാണ്? നിങ്ങളുടെ ഇടവകകളിൽ, ജില്ലകളിൽ, മഹാ ഇടവകളിൽ കാലാകാലങ്ങളിൽ വന്ന നേതൃത്വം, അല്ലെങ്കിൽ ആ നേതൃത്വം നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങൾക്ക് അവസരങ്ങൾ നൽകി തരികയും നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി സമയാസമയങ്ങളിൽ ഉയർത്തുകയും ചെയ്യും. നേതൃത്വം മാത്രമല്ല, കൂടെയുള്ളവരും നിങ്ങളുടെ താലന്തുകളെ, കഴിവുകളെ കൊണ്ട് മനസ്സിലാക്കി ഓരോ പൊസിഷനിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഇന്നായിരിക്കുന്ന ഇടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്നായിരിക്കുന്ന ഇടങ്ങളിൽ വ്യത്യസ്ത നിലകളിൽ നേതാക്കളായി, വ്യത്യസ്ത ലീഡേഴ്സ് ആയിട്ട്, പ്രാദേശികമായിട്ടും ജില്ലാതലമായും മഹാതലത്തിലും നേതാക്കളായി ഇരിക്കുമ്പോൾ നമ്മളെ ആ ഒരു ശക്തിയിലേക്ക്, ആ ഒരു അധികാര പദവിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച നമ്മുടെ പൂർവ്വ നേതാക്കൾ. അപ്പോൾ നാം ഇപ്പോൾ അവിടെ ആയിരിക്കുന്ന ആരുടെ നിമിത്തമാണ്? നമ്മുടെ ലീഡേഴ്സ് നിമിത്തമാണ്. അവർ ആയിരുന്ന സമയങ്ങളിൽ അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട കരുതലും പ്രോത്സാഹനവും നൽകിക്കൊണ്ടാണ് നമ്മൾ ആത്മീകവും ഭൗതികവുമായി ഉയർച്ചയുള്ളവരും വളർച്ചയുള്ളവരുമായി നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ അധികാരങ്ങളെ പ്രയോഗിക്കുമ്പോൾ ശക്തി പ്രയോഗിക്കുന്നത് അധീനരിലേക്ക് അനുഗ്രഹം പകർന്നുകൊണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത്, മഹാത്മാഗാന്ധി പറയുന്ന ഒരു വാക്കുണ്ട്. മഹാത്മാഗാന്ധി ഇപ്രകാരമാണ് പറയുന്നത്: പവർ ബേസ്ഡ് ഓൺ ലവ് ഈസ് മോർ എഫക്റ്റീവ് ആൻഡ് പെർമനന്റ്. പവർ ബേസ്ഡ് ഓൺ ലവ് ഈസ് മോർ എഫക്റ്റീവ് ആൻഡ് പെർമനന്റ്. സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ശക്തി കൂടുതൽ ഫലപ്രദവും ശാശ്വതവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ശക്തി കൂടുതൽ ഫലപ്രദവും ശാശ്വതവുമാണ്. ശക്തി എന്ന് പറയുന്നത്, ശക്തി ഈസിക്കൽ ടു, അല്ലെങ്കിൽ പവർ ഈസിക്കൽ ടു പൊസിഷൻ എന്ന് നമ്മൾ പറയണം. നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരങ്ങളായിട്ട് നമുക്ക് കാണണം. ഇതെന്താണ്? സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളും അധികാരങ്ങളും ഓരോന്നും. മാത്രമല്ല, അതൊരു വീണ്ടെടുപ്പും ശാശ്വതമായ പരിവർത്തനവുമാണ് കൊണ്ടുവരുന്നത്. വീണ്ടെടുപ്പ് എന്താണ്? പതറ്റിക്കായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവരെ പോലും ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട്, വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കണം. ക്രിസ്തു അത് തന്നെയല്ലേ ചെയ്തത്? ഈ ലോകത്തിലേക്ക് ഭൂജാതനായി കഴിഞ്ഞ പാപികളെ തേടി, ദൈവത്തിലും ദൈവജനത്തിലും അന്യമായ ജനതയെ തേടി അവരെ ചേർത്തുകൊള്ളുവാൻ, രോഗികളെയും പാപികളെയും ചേർത്തുകൊള്ളുവാനായിട്ട് ക്രിസ്തു കാണിച്ചതായിട്ടുള്ള ആ ഒരു ശക്തിയുണ്ട്. ദൈവപുത്രനെങ്കിലും ആ ശക്തി അവിടെയാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ശക്തി അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ഒരു വീണ്ടെടുപ്പിന്റെ അടയാളമായി നിലനിൽക്കുവാൻ വേണ്ടിയാണ്, മാറ്റി നിർത്തുവാനായിട്ടല്ല, ചേർത്തു നിർത്തുവാനായിട്ട് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ശാശ്വതമായ ഒരു പരിവർത്തനത്തിന്റെ വക്താക്കളായി നിൽക്കുവാനായിട്ടാണ് ഈ പവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുന്നത് എവിടെയാണ്? യേശുവിന്റെ കുരിശിലെ ത്യാഗപരമായ സ്നേഹത്തിലാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. യേശുവിന്റെ കുരിശിലെ ത്യാഗപരമായ സ്നേഹത്തിലാണ് ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുന്നത്. അപ്പോൾ കുരിശിന്റെ ചുവട്ടില്, അല്ലെങ്കിൽ കുരിശിൽ ഒരു വീണ്ടെടുപ്പിന്റെ ശക്തിയുണ്ട്. അത് നാം നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഫോർ ദൈൻ ഈസ് ദ കിങ്ഡം ആൻഡ് ദ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നിന്റെ രാജ്യം, നിന്റെ ശക്തി അത് എനിക്ക് പകരണം. ഒരു വീണ്ടെടുപ്പിന്റെ ശക്തിയുടെ വാഹകരായി നിലനിൽക്കുക. നമുക്കിന്നറിയാം, ഈ പവർ പല മേഖലകളില്, രാഷ്ട്രീയ മത മേഖലകൾ, സഭാ തലങ്ങളിലൊക്കെ നമുക്ക് ഇന്ന് നമ്മൾ സഭ നേരിടുന്നതായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. എന്താണ്? ഈ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, സ്ഥാനങ്ങൾ നിലനിർത്തുവാനായിട്ടുള്ള പോരാട്ടത്തിൽ പലതും മറന്നു പോവുകയാണ്. ധാർമ്മിക മൂല്യങ്ങൾ, കമ്പാഷൻ, ഷെയറിങ്, കെയറിങ് എല്ലാം അങ്ങ് വിസ്മരിച്ചു പോവുകയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്നും സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, അത് രാഷ്ട്രീയ മത നേതാക്കളാണെങ്കിലും പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വീഴ്ച വലിയതാകുന്നു എന്ന് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുന്നു, രാഷ്ട്രീയ മത നേതാക്കൾ തകർന്നു വീഴുന്നു. ഈ സാഹചര്യത്തിലും
ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നവർ അവർ ചിലപ്പോൾ ദുർബലരായിരിക്കാം, അവർ ചിലപ്പോൾ അവർക്ക് ചില പൊസിഷൻസുകളൊന്നും ഇല്ലായിരിക്കാം. എങ്കിലും നീതിയോടും സത്യത്തോടും കൂടെ പ്രവർത്തിക്കുകയും നിലനിൽക്കുന്നവരുടെ ജീവിതം അടിക്കടി ഉയരുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുരിശ് നമുക്ക് നൽകി തരുന്ന ആ സ്നേഹം, അത് ആ സ്നേഹത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ഒരു കീഴ്പ്പെടൽ കൂടെയാണ്. അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുവാൻ കൂടെ നാം വിളിക്കപ്പെട്ടവരാണ്. നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുവാനായിട്ട് ദൈവസ്നേഹത്തിൽ ദൈവാനുരൂപമായി മുന്നോട്ട് പോകാനും കൂടെ നമ്മൾ ശ്രമിച്ചുവെങ്കിൽ മാത്രമേ നമ്മൾ ആയിരിക്കുന്ന കുടുംബവും സഭയും സമൂഹവും അർത്ഥവത്തായി തീരുകയുള്ളൂ. അപ്പോൾ അധികാരത്തിന് കീഴ്പ്പെടുമ്പോൾ ആ കീഴ്പ്പെടണമെന്നുണ്ടെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർ എങ്ങനെയായിരിക്കണം? സ്നേഹത്തോടെ, കരുണയോടെ, കമ്പാഷനോടും കൂടെ നമ്മൾ ഇടപെടണമെന്നും കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളിൽ പലരും പല മേഖലകളിൽ നേതാക്കളാണ്. നമ്മൾ എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണല്ലോ അതുകൊണ്ട് നീതിയും സമാധാനവും മറ്റുള്ളവരുടെ കരുതലും എന്നിവ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ശക്തി പ്രകടിപ്പിക്കുവാനായിട്ട് അങ്ങയുടെ ശക്തി അത് എന്നിലൂടെ വ്യാപരിക്കുവാൻ ഇടയാകണമേ എന്നൊരു പ്രാർത്ഥനയായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്നും സമ്മാനമായി ലഭിച്ചതായിട്ടുള്ള ഓരോ അധികാരങ്ങളും ദൈവത്തിൽ നിന്നുള്ള ദാനമായി നാം സ്വീകരിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ക്ഷേമത്തിനും അവരെ സംരക്ഷിക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പദവികൾ, അധികാരങ്ങൾ നിർവഹിക്കുന്നതിന് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ശക്തി എന്ന് പറയുന്നത്, ഈ പവർ എന്ന് പറയുന്നത് പൈശാചിക ശക്തിയെ മറികടക്കുന്ന ഒന്നാണ്. ഓവർകമ്മിങ് ഡെമോണിക്. ദൈവത്തിന്റെ ശക്തി സാത്താന്യ ശക്തിയെ മറികടക്കുന്ന ഒന്നാണ്. ആദ്യത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാ യുക്തിരാഹിത്യത്തെയും അരാജകത്വത്തെയും ഒക്കെ മറികടക്കുന്ന ഒന്നാണ് ഈ ദൈവത്തിന്റെ ആത്യന്തിക ശക്തി എന്നുള്ളതാണ്. ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക്, ഞാൻ കടന്നു പോകുന്നതായിട്ടുള്ള വേദനാന്തരപരമായ അവസരങ്ങൾക്ക് ഒരു സമാപ്തി ഉണ്ട് എന്നും ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുമ്പോൾ, ദൈവഹിതാനുരൂപമായി ഞാൻ ജീവിക്കുമ്പോൾ തീർച്ചയായും എന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന, എന്റെ വിശ്വാസത്തെ പ്രതീകപ്പെടുത്തുവാൻ തക്കവണ്ണം എന്നിലൂടെ ആ ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലുള്ള കുഴപ്പങ്ങൾക്കിടയിൽ, പ്രതിസന്ധികൾക്കിടയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവ ശക്തി പ്രാപിച്ചുകൊണ്ട് കഴുകനെ പോലെ ചിറകടിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം എന്ന് പറയുന്നത് യേശുവിന്റെ സന്നിധിയിൽ, ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഒരു ശാക്തീകരണ സമർപ്പണത്തിന്റെ അനുഭവം കൂടിയാണ്. ദ സെന്റർ ഓഫ് എംപവറിംഗ് ഡെഡിക്കേഷൻ ആണ്. യേശു ശാക്തീകരണ സമർപ്പണത്തിന്റെ ഒരു കേന്ദ്രമാണ് എന്നുള്ളത്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ശക്തിയുടെ ആത്യന്തിക ഉദാഹരണമായ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കിക്കൊണ്ട്, നമ്മുടെ ജീവിതം യേശുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യവും അർത്ഥപൂർണമായ ഒരു ജീവിതം അപ്പോൾ മാത്രമേ നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്രകാരമുള്ള ജീവിതമാണ് എന്ന് സാക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രതിബദ്ധതയോടുകൂടെ ദൈവജനത്തിന്റെ മുമ്പാകെ ഇപ്രകാരം പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പരസ്പരം നിലനിർത്തിയും പരസ്പരം വളർത്തിയും കൊണ്ട് നല്ല അധികാരികളായി ആ അധികാരത്തിന്റെ ശക്തി ഈ സ്നേഹവും കരുതലും ഷെയറിങ്ങിലൂടെ ഒരു ആരോഗ്യകരമായ ജീവിതത്തെയും സമൂഹത്തെയും കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതിലൂടെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ദ ഗ്ലോറി എന്നുള്ളതാണ്. ദൈവത്തിന്റെ നിത്യമഹത്വത്തിൽ ജീവിക്കുക. ലിവിങ് ഇൻ ഗോഡ്സ് എറ്റേണൽ ഗ്ലോറി. അതിനൊരു ടൈറ്റിൽ നമ്മൾ കൊടുക്കുകയാണ്, ലിവിങ് ഇൻ ഗോഡ്സ് എറ്റേണൽ ഗ്ലോറി. ദൈവത്തിന്റെ നിത്യമഹത്വത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, എപ്പോഴും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ സമർപ്പണത്തോടുകൂടെ നമ്മൾ ജീവിക്കുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക? ദൈവത്തിന്റെ മഹത്വം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കും. ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ദൈവരാജ്യത്തിന്റെ
പ്രജകളായ അംഗമായ നാം ഓരോരുത്തരും ദൈവരാജ്യത്തിന്റെ വിവിധ പദവികൾ നിർവഹിക്കുവാൻ, ദൈവരാജ്യ സംസ്ഥാപനത്തിനു വേണ്ടി വിവിധ പദവികൾ നിർവഹിക്കുവാൻ വിവിധ സ്ഥാനമാനങ്ങളിലൂടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പവർ, ആ അധികാരത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മിലൂടെ വേണം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനെന്നുകൂടെ നാം മനസ്സിലാക്കുകയും അത് വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യണം. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കണം, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് നാം ആർത്തു പാടുന്നുണ്ട്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ മാത്രമാണ് പരിശുദ്ധൻ എന്ന് ആർത്ത് ഘോഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ദൈവത്തെ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം കരയറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരമുള്ളതാണ്? ആ മഹത്വം നമ്മുടെ വെറുതെ വാഗൊണ്ട് പറയുകയും നമ്മുടെ ജീവിതത്തിൽ ആ മഹത്വം വെളിപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നില്ല എങ്കിലോ? യെശയ്യാവ് 6:3 പറയുന്നുണ്ട്, ഭൂമി മുഴുവൻ അവന്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. ഭൂമി മുഴുവൻ അവന്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? യെശയ്യാവ് 6:3 എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭൂമി മുഴുവൻ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സർവചരാചരങ്ങളുടെ മേലും ദൈവത്തിന്റെ മഹത്വമുണ്ട് എന്നുള്ളതാണ്. അപരനിൽ, നമ്മുടെ സഹവിശ്വാസിയിൽ, സഹപ്രവർത്തകരിൽ, നമ്മുടെ സഹോദരനിൽ, സഹോദരിയിൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങ് മഹത്വവാനാണോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാനല്ല, അങ്ങയുടെ മഹത്വം ഞാനിതാ എന്റെ സഹചരിൽ കാണുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കണം. അങ്ങയുടെ മഹത്വം ഇതാ എന്റെ സഹചർ, എന്റെ സഹപ്രവർത്തകർ എന്നിലൂടെ കാണുവാൻ, എന്നിലൂടെ വിളങ്ങുവാൻ ഇടയാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തിന്റെ മഹത്വം അത് ശാശ്വതമാണ്. ഭൂമിയെ അവന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കും. നമ്മൾ കേട്ടതുപോലെ ഗാംഭീര്യമുള്ള, അല്ലെങ്കിൽ എത്ര മനോഹരമായ ഒരു സൂര്യോദയത്തിന്റെ ചിത്രം ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കുക. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു പ്രസന്നമായ പ്രകാശത്തിൽ ഒരു പൂർണ്ണ സൂര്യൻ ഉദിച്ചുയരുന്ന ഒരു അനുഭവം പോലെയാണ് ദൈവത്തിന്റെ മഹത്വം. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂര്യോദയം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വളരെ നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒന്നാണ്. നമ്മളൊന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കും. എല്ലാ അന്ധകാരവും അന്ധകാര ശക്തികളും മാറി രാത്രിയിൽ ഉണ്ടായിരുന്ന എല്ലാ തിന്മശക്തികളുടെയും പോരാട്ടങ്ങളിൽ നിന്ന് വിജയശ്രീലാളിതനായി, അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ട് ദൈവീക ശോഭയോടുകൂടെ ഉദിച്ചുയരുന്ന ഒരു സൂര്യനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന അന്ധകാര നിബിഡമായ ജീവിതമോ വാക്കുകളോ പ്രവൃത്തികളോ മാറ്റി നമ്മെ ആക്കിയിരിക്കുന്ന പദവികളിൽ മഹത്വപൂർണരായി ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യമായിരിക്കണം ഈ കർത്താവിന്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 3 വാക്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ നീ മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ യോഗ്യനാണ് എന്ന് വെളിപ്പാട് പുസ്തകം 4:11 പറയുന്നുണ്ട്. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ അങ്ങ് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിപ്പാൻ യോഗ്യനാണ് എന്ന് പറയുകയാണ്. Worthy are you, our Lord and God, to receive glory and honor and power, for you created all things. സകലവും, കാരണം നിങ്ങളാണ്, അങ്ങാണ് സകലതും സൃഷ്ടിച്ചത്. അതുകൊണ്ട് അങ്ങാണ് കർത്താവും, അങ്ങാണ് ദൈവം, അങ്ങിലാണ് മഹത്വം, അങ്ങിലാണ് ബഹുമാനം, അങ്ങിലാണ് ശക്തി. അത് സ്വീകരിക്കുവാൻ ഞാൻ യോഗ്യനാണ് എന്നുള്ള ആ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും പറയും, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഞാൻ അതിന് യോഗ്യയല്ല, എനിക്കതിന് കഴിവില്ല, ഞാൻ അതിന് പ്രാപ്തയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവുകൾ പറഞ്ഞ് മാറ്റി നിൽക്കുകയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ദൈവം ചില അവസരങ്ങളും അധികാരങ്ങളും അവസരങ്ങളും തരുമ്പോൾ അത് ദൈവ നിയോഗമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കുക. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലല്ല, അതിന് പോരാട്ടത്തിന് വേണ്ടിയല്ല, ദൈവം നമ്മളെ ചില പദവികൾ നൽകി നിയോഗിക്കുമ്പോൾ എന്താണ് അങ്ങയുടെ മഹത്വവും അങ്ങയുടെ ബഹുമാനവും അങ്ങയുടെ ശക്തിയും വെളിപ്പെടുത്തുവാൻ, അത് സ്വീകരിക്കാൻ യോഗ്യയാണോ എന്നുള്ള ഒരു വിലയിരുത്തലും അത് സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നിടത്ത് മാത്രമാണ് ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും നമ്മളിലൂടെ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ
ഈ വെളിപ്പാടില് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് കാണാം സ്വർഗീയ ജീവികളുടെ ദൂതന്മാരുടെ മൂപ്പന്മാരുടെ ഒക്കെ ചിത്രം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ദൈവമഹത്വത്തിന്റെ സവിശേഷതകൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, നമുക്കത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ചിന്തിക്കുമ്പോഴും ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശാശ്വതവും മാറ്റമില്ലാത്തതുമായ ദൈവത്തിന്റെ മഹത്വത്തെയാണ് നാം വെളിപ്പെടുത്തേണ്ടത്. ശാശ്വതമായിരിക്കണം, മാറ്റമില്ലാത്തതായിരിക്കണം. നാം ആയിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തണം. ഇത് ഒരു നിത്യമായ ഒരു പ്രകാശമാണ്. എന്നേക്കും അസ്തമിക്കാത്ത ഒരു സൂര്യനെ പോലെ എന്നും നിലനിൽക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ടെൻഷനുകൾ ഒരിക്കലും, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ടെൻഷനുകൾ ഒരിക്കലും ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, അധികാര സ്ഥാനങ്ങളിൽ പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കരുത്, ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ നമ്മുടെ പവർ, അധികാരം അത് ദുർബലമായി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും പ്രസന്നതയോടും ദൈവിക കൃപയോടും കൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണമെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വവും മനുഷ്യന്റെ പ്രവൃത്തിയും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന്റെ മഹത്വം പലപ്പോഴും താൽക്കാലികമായിട്ടാണ്. ചില ഇടങ്ങളിൽ, ചില സന്ദർഭങ്ങളിലുള്ള ഒക്കെ ചില മഹത്വങ്ങൾ, മഹിമകളൊക്കെ നമ്മൾ വെളിപ്പെടുത്താറുണ്ട്. പക്ഷെ സാന്ദർഭികമായിട്ടല്ല. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലായ്പ്പോഴും ഈ ദൈവമഹത്വം വെളിപ്പെടുത്തണമെന്നാണ് ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവിന്റെ പ്രാർത്ഥനയിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. അവസാനം വരെ ദൈവത്തിന്റെ ശാശ്വതമായ മഹത്വവും മനുഷ്യന്റെ മരുപ്പതിയും തമ്മിൽ താരതമ്യം ചെയ്തു കൊടുക്കുമ്പോൾ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഈ ഒരു ചിത്രം നാം പൂർണ്ണമായി ഈ 9 ദിവസങ്ങളിലായി നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ, നമ്മുടെ സമർപ്പണത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ശാശ്വത മഹത്വത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അത് പ്രതിഫലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയാലോ ആരാധനയാലോ ദൈവമഹത്വം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നുകൊണ്ട് നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ദൈവ അനുരൂപരായി ജീവിക്കുവാൻ, ദൈവ കേന്ദ്രീകൃതമായി ജീവിക്കുവാൻ, സമർപ്പണത്തോടുകൂടി ജീവിക്കുവാൻ ഈ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ആഴത്തിലുള്ള പഠനം നമ്മളെ പ്രാപ്തമാക്കും, ആക്കിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള ഈ ഭാഗങ്ങൾ കർത്താവിന്റെ പ്രാർത്ഥനയുടെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ, ഒന്നുകൂടെ നമുക്ക് അവസാനമായി നമ്മൾ ചിന്തിക്കുമ്പോൾ, ആത്മീക വളർച്ച തേടിക്കൊണ്ട്, ധാർമ്മിക തത്വങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചുകൊണ്ട്, ചുറ്റുമുള്ള ലോകത്തിന് ക്രിയാത്മകമായി സംഭാവനകൾ ചെയ്തുകൊണ്ട് ദൈവരാജ്യം ഒരു ഭാവി പ്രത്യാശ മാത്രമല്ല, വർത്തമാനകാല യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന് ലക്ഷ്യബോധവും ദിശാബോധവും നൽകിക്കൊണ്ട് നാം ജീവിക്കുവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശക്തി കേന്ദ്രങ്ങൾ നമ്മൾ ചിന്തിച്ചപ്പോൾ, ആരോഗ്യകരമായ ജീവിതത്തിന് ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിയുന്നത് ഒരു പ്രതിരോധ ശേഷിയാണ്. രോഗപ്രതിരോധ ശേഷി പോലെ തന്നെ ഒരു പ്രതിരോധ ശേഷിയാണ് ഈ ഒരു ദൈവിക ശക്തി തിരിച്ചറിയുന്നത്, ആന്തരിക ശക്തി തിരിച്ചറിയുന്നത്. അത് സുരക്ഷിതത്വ ബോധം നൽകും. അത് വളർത്തിയെടുക്കുവാൻ, നമുക്കും സുരക്ഷിതത്വ ബോധം വളർത്തിയെടുക്കുവാൻ സാധിക്കും. അത് അപരർക്കും പകരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യങ്ങളിൽ ദൈവരാജ്യത്തിന് അനുരൂപമായി ആരോഗ്യകരമായ ജീവിതം നയിക്കുവാനായിട്ട്, ഈ ദൈവിക ശക്തി ആർജിച്ചെടുക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് മുന്നേറണം. മഹത്വം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം, അവന്റെ ബഹുമാനം എന്നിവ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക സ്വഭാവവും ദൈവിക സാന്നിധ്യം എന്നിവ തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ദൈവത്തിന്റെ മഹത്വം അംഗീകരിക്കുന്നതിന് ആഴമായ ദൈവിക ഭയവും നന്ദിയും ബഹുമാനവും എന്നിവ നിലനിർത്തിക്കൊണ്ട് വിനയവും മഹത്വവും നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ മുഖങ്ങളിൽ, ഭാവങ്ങളിൽ, വാക്കുകളിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം ഈ കർത്താവിന്റെ പ്രാർത്ഥനയിലൂടെ നയിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ ദൈവരാജ്യവുമായി താരതമ്യം നൽകിക്കൊണ്ട് നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടുകൂടെ ദൈവിക ശക്തി നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അപരനെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.